ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. പുതിയ പാൻ കാർഡ് ഓൺലൈനിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതേപോലെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ലേറ്റസ്റ്റ് വെർഷൻ പാൻ കാർഡാണ്. അതിൽ നിങ്ങളെ ഇഷ്ടമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നിങ്ങളെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് ജനറേറ്റ് ആകുമ്പോൾ നിങ്ങളെ മെയിലിലൂടെ ഒരു പാൻ കാർഡിന്റെ കോപ്പി വന്നിട്ട് സെൻഡ് ചെയ്യും. അതിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും. ഓക്കെ, പാൻ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക ഓൺലൈൻ സർവീസ് NSDL. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് പുതിയൊരു പാൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ടൈപ്പിൽ പോയിട്ട് ന്യൂ പാൻ ഇന്ത്യൻ സിറ്റിസൺ ഫോം 49A അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വലിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെലക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണം ശ്രീമിത് കുമാരി. ഏതാണ് നിങ്ങളെ പേരിന്റെ ഫ്രണ്ടിൽ ഇടുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് നമ്മളെ പേര് കൊടുക്കണം. ഇവിടെ ഫസ്റ്റിൽ കാണുന്ന കോളത്തിൽ നമ്മളെ ലാസ്റ്റ് നെയിം കൊടുക്കണം. നെക്സ്റ്റ് കോളത്തിൽ നമ്മളെ ഫസ്റ്റ് നെയിം കൊടുക്കണം. അതിന്റെ നെക്സ്റ്റ് കോളത്തിൽ നമ്മളെ മിഡിൽ നെയിം കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവേണ്ട രീതിയിൽ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ രജത് കുമാർ സിംഗ്. അപ്പോൾ ഈ പേരിൽ നിന്ന് ഫസ്റ്റ് നെയിം വന്നിട്ട് രജത്ത് എന്ന് കൊടുക്കണം. ഈ കോളത്തിൽ ഇവിടെ രജത്ത് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് കോളത്തിൽ നമ്മളെ മിഡിൽ നെയിം കൊടുക്കണം, കുമാർ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളെ സർനെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സിംഗ് എന്ന് കൊടുക്കാം. അഥവാ നിങ്ങളെ പേര് രജത് കുമാർ ആണെങ്കിൽ രജത്ത് വന്നിട്ട് ഫസ്റ്റ് നെയിമിൽ കൊടുക്കുക. അതിനുശേഷം കുമാർ വന്നിട്ട് ലാസ്റ്റ് നെയിമിൽ കൊടുക്കുക. ഈ ഒരു മിഡിൽ നെയിം വന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് വിടുക. അഥവാ നിങ്ങളെ പേര് വന്നിട്ട് വെറും രജത്ത് ആണെങ്കിൽ രജത്ത് വന്നിട്ട് നിങ്ങൾക്ക് സർനെയിമിൽ കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള രണ്ട് കോളത്തിന് ബ്ലാങ്ക് ആയിട്ട് വിടുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഇവിടെ കാലണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ വർഷം ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം മന്ത് ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ ID എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ഇമെയിൽ IDയിലൂടെയാണ് അവർ നിങ്ങൾക്ക് ഈ പാൻ കാർഡിന്റെ കോപ്പി സെൻഡ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. I am not a robot എന്ന് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ടോക്കൺ ID ജനറേറ്റ് ആയി വരും. ഈ ടോക്കൺ ID നിങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ ടോക്കൺ ID യൂസ് ആകും. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളെ ഫ്രണ്ടിൽ നമ്മളെ പാൻ കാർഡ് ഉണ്ടാക്കേണ്ട പ്രോസസ്സ് ഇവിടെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ബേസിക്കലി നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർ തെറ്റായിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പോകും. എന്താന്ന് വെച്ചാൽ നമ്മൾ ഏത് ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അത് ഫീസ് എടുക്കുന്നത്. സോ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ആപ്ലിക്കേഷൻ വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഈ സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, നിങ്ങളെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഫോട്ടോയും സിഗ്നേച്ചറും വന്നിട്ട് പാൻ കാർഡിന്റെ ഫ്രണ്ടിൽ കാണിക്കും. ഇത് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സെലക്ഷൻ ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ആധാർ കാർഡിന്റെ ലാസ്റ്റ് 4 നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ആധാർ കാർഡിൽ കിടക്കുന്ന നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട്. ഇവിടെ രജിസ്ട്രേഷനിൽ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ മെയിൽ ആണോ ഫീമെയിൽ ആണോ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ല. അതിനുശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടോ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. എൻ്റെ കേസസിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ നോ എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഡീറ്റെയിൽസ് ആണ് പാരൻസിൻ്റെത്. അഥവാ ഇവിടെ സിംഗിൾ പേരന്റ് ആണെങ്കിൽ നിങ്ങളെ അമ്മേരെ ഇവിടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അഥവാ എന്തെങ്കിലും ഡിവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ സിംഗിൾ പാരന്റിന്റെ ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുത്തിട്ട് നമ്മൾ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അമ്മയുടെ പേര് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളെ പാൻ കാർഡിൽ ആരെ പേരാണ് പ്രിന്റഡ് എന്ന് കാണിക്കണം. സോ ഞാനിവിടെ ഫാദർ നെയിം എന്ന് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി അടുത്ത സെക്ഷൻ വരുന്നതാണ് നിങ്ങളെ ഇൻകമിനെ കുറിച്ച് ചോദിക്കും. ഇൻകമിൽ കുറേ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ സാലറി ആയാലും അതോ പ്രൊഫഷന് വേണ്ടിയിട്ടാണോ, അതോ ഏതെങ്കിലും സ്റ്റുഡൻറ് ഉണ്ടാക്കണോ, അതോ ഹൗസ് വൈഫ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇത് കൊടുക്കാം. നമുക്കിവിടെ നോ ഇൻകം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വരുന്ന നിങ്ങളെ അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഓഫീസിന്റെ ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ കൊടുക്കേണ്ടത് റെസിഡൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നിങ്ങളെ അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ നിങ്ങളെ ആധാർ കാർഡിൽ കിടക്കുന്ന അഡ്രസ് സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താന്ന് വെച്ചാൽ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് ഈ അഡ്രസ്സിലൂടെയാണ് വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നിങ്ങളെ വീട്ടിന്റെ നമ്പറോ അതോ റൂം നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ വീട്ടിന്റെ പേരോ നാട്ടിന്റെ പേരോ അതോ ബിൽഡിങ്ങിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങളെ പോസ്റ്റ് ഓഫീസിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങളെ താലൂക്ക് ഏതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കൊടുക്കണം. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പിൻകോഡ് കൊടുക്കുക.
നെക്സ്റ്റ് നമുക്ക് ഓഫീസ് അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ താഴെ കാണുമ്പോൾ നമ്മളെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് റെപ്രസെന്റേറ്റീവ് ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ അഥവാ നിങ്ങൾ 18 വയസ്സിന്റെ താഴെയുള്ളവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ 18 വയസ്സിന്റെ മുകളിലാണ്. സോ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇപ്പോൾ സേവ് ചെയ്യാം. സോ ഇവിടെ മുകളിൽ കാണുന്ന സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഏരിയ കോഡ്, AO കോഡ്, റേഞ്ച് കോഡ് കൊടുക്കാൻ പറയും. ഈ ഓപ്ഷൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ നമ്മളെ സ്റ്റേറ്റിനെ വന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ആ സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഏരിയ നെയിമിൽ നിങ്ങൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിക്സ്ഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ ഇവിടെ AO കോഡ്, ഏരിയ കോഡ് എല്ലാം കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങളെ സിറ്റിയിൽ ഏതൊക്കെ നാടുകളുണ്ടോ എല്ലാ നാട്ടിന്റെ പേരുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ നിങ്ങളുടെ നാട്ടിന്റെ പേര് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം. അഥവാ നിങ്ങളുടെ നാട്ടിന്റെ പേര് ഇതിലില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന കുറെ ABCD ആൽഫബറ്റിൽ നിങ്ങളെ ഗ്ലിച്ചിന്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോമിന്റെ മെയിനിന്റെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ ഇൻഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത് വരുന്ന സെക്ഷനാണ് നമുക്ക് ഡോക്യുമെന്റ് വന്നിട്ട് അപ്ലോഡ് ചെയ്യണം. നമുക്ക് പാൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്യുമെന്റ് വന്ന് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഐഡന്റിറ്റിയിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും പാസ്പോർട്ട് ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റും. വോട്ടർ ID കൊടുക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആധാർ കാർഡും കൊടുക്കാൻ പറ്റും. സോ ആധാർ കാർഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ പ്രൂഫ് ഓഫ് അഡ്രസ്സിൽ കുറെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആധാർ കാർഡ് ഉണ്ട്. സോ ആധാർ കാർഡ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതേപോലെ ഒരു ID പ്രൂഫ് വെച്ചിട്ട് നമുക്ക് പാൻ കാർഡിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ സെയിം ടു സെയിം ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ അതേപോലെ ഞാൻ 3ലും ആധാർ കാർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഡിക്ലറേഷനിൽ വരുമ്പോൾ നിങ്ങളെ പേര് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. ഇനി ഇവിടെ നമ്മൾ 18 വയസ്സിന്റെ മുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹിംസെൽഫ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നോ ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ കൊടുക്കണം. അതിനുശേഷം ഡേറ്റ് വന്നിട്ട് ഓൾറെഡി ഫില്ലാണ്. ഇനി ഇവിടെ നമ്മളെ ഫോട്ടോ വന്നിട്ട് അപ്ലോഡ് ചെയ്യണം. അതും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അതേപോലെ നിങ്ങളെ ഫേസ് വന്നിട്ട് ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫോണിലൂടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അതും ഫോട്ടോ പാസ്പോർട്ട് സൈസിൽ ഉണ്ടാകണം. അതും ഫോട്ടോ ഒരു സൈസ് 50 KB ഉള്ളിലുണ്ടാകണം. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഹൊറിസോണ്ടൽ ഉണ്ടാകണം. അതേപോലെ ഇതിന്റെ സൈസ് വന്നിട്ട് 50 KB അകത്തുണ്ടാകണം. അതേപോലെ ഇമേജിന്റെ സൈസ് വന്നിട്ട് കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്യുക. സിഗ്നേച്ചർ മാത്രം നിൽക്കുന്ന ഏരിയാസ് മാത്രം ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വയ്ക്കുക. ഫുൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യരുത്. ജസ്റ്റ് കറക്റ്റ് ആയിട്ട് സിഗ്നേച്ചർ ഏത് ഭാഗത്തിലായിരിക്കുന്ന അത് കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എത്രമാത്രം സിഗ്നേച്ചറിനെ കറക്റ്റ് ചെയ്ത് വെക്കുന്നോ അതേപോലെ തന്നെ നിങ്ങളെ പാൻ കാർഡിൽ ഷോ ആകും. സോ ഈ ഒരു ഇമേജിനെ ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇവിടെ നമ്മളെ ഫോട്ടോ വന്നിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നതാണ് നമ്മളെ ഡോക്യുമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരേ ഒരു ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആധാർ കാർഡിലൂടെയാണ് നമ്മൾ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ആധാർ കാർഡിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ PDF ഫയലായിട്ട് ഉണ്ടാകണം. അതും നിങ്ങൾ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതും PDFന്റെ സൈസ് വന്നിട്ട് 300 KB ഉള്ളിൽ ഉണ്ടാകണം. അതും PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം. അഥവാ നിങ്ങൾ ഫോണിലൂടെ ഫോട്ടോ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സമയത്തിൽ ആധാർ കാർഡ് പോലത്തെ ID പ്രൂഫിൽ രണ്ട് സൈഡിൽ നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. സോ അങ്ങനത്തെ സമയത്തിൽ നിങ്ങളെ ഫോണിലൂടെ രണ്ട് സൈഡും ക്ലിക്ക് ചെയ്തിട്ട് ആ രണ്ട് ഫോട്ടോനെയും ഒരു പേജിലേക്ക് കൺവേർട്ട് ചെയ്ത് മെർജ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അതും 300 KB ഉള്ളിൽ ഉണ്ടാകണം. ഓക്കെ, നമുക്കിനി ആധാർ കാർഡിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മളെ ഡോക്യുമെന്റ് വന്നിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ സമ്മറി പേജ് ഓപ്പൺ ആകും. ഫസ്റ്റ് ഈ ഒരു കോളത്തിൽ നിങ്ങളെ ആധാർ കാർഡിന്റെ ഫസ്റ്റ് 8 ഡിജിറ്റ് നമ്പർ വന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒരിക്കൽ ഇവിടെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ എൻ്റെ കേസസിൽ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ്. സോ ഞാൻ ഇനി നെക്സ്റ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി ഇതേപോലെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ താഴെ നിങ്ങൾക്ക് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം.
ഇനി ഇവിടെ നിങ്ങൾക്ക് ഫീസ് പേയ്മെന്റ് സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ഫീസ് വന്നിട്ട് 106 റുപ്പീസ് ആണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഐ അഗ്രി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേ കൺഫേം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ടിൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മെത്തേഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്ക്. സോ ഞാൻ ഇവിടെ UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാം. UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡിലൂടെ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ QR കോഡിന് സ്കാൻ ചെയ്തു, ഫോൺ പേ ആയാലും GPay ആയാലും നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് പിൻ അടിച്ചിട്ട് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു NSDLന്റെ പോർട്ടൽ ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ പേയ്മെന്റ് വന്നിട്ട് സക്സസ്ഫുള്ളി പേയ്മെന്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം യൂസ് മൈ ആധാർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓതന്റിക്കേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡിലൂടെ ഓതന്റിക്കേഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ OTPയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു OTP പോകും ആധാർ കാർഡിലൂടെ. നിങ്ങളെ മൊബൈൽ നമ്പറിൽ വന്നിട്ടുള്ള OTPനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇനി നമ്മളെ ഫ്രണ്ടിൽ സൈൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് കണ്ടിന്യൂ ടു പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ആധാർ നമ്പർ ഇവിടെ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫോണിൽ ഒരു വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTPനെ ടൈപ്പ് ചെയ്തു, വെരിഫൈ OTP എന്ന് കൊടുത്തു. ഇതേപോലെ നമ്മളിപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെ ഫ്രണ്ടിൽ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അതേപോലെ ഇവിടെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ചോദിക്കും. ഇവിടെ നിങ്ങളെ പാസ്വേഡ് വന്നിട്ട് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സ്ലാഷ് സ്പേസ് ഒന്നും കൊടുക്കരുത്, ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഡീറ്റെയിൽസ് ഇവിടെ ഫ്രണ്ടിൽ കാണുന്നുണ്ടാകും. നമ്മളെ ഫോട്ടോയും നമ്മൾ ഫിൽ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുത്ത ഫോട്ടോയും സിഗ്നേച്ചറും രണ്ട് സൈഡായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മളിവിടെ മുകളിൽ കാണുമ്പോൾ ഇവിടെ അക്നോളജ്മെന്റ് നമ്പർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു നമ്പറാണ് നമുക്ക് ആവശ്യം വരുന്നത് പാൻ കാർഡിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഈ പാൻ കാർഡിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിനെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക, ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അതേപോലെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോം പേജിൽ വന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന നോൺ സ്റ്റേറ്റസ് ഓഫ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇതിലൂടെയാണ് നിങ്ങൾക്ക് പാൻ കാർഡിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ഓപ്പൺ ആയി വരുമ്പോൾ നമ്മളെ ട്രാക്കിംഗ് ലിസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാൻ കാർഡ് എപ്പോൾ ഡിസ്പാച്ച് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ സ്റ്റേറ്റസിലൂടെ കാണാൻ പറ്റും. അതേപോലെ നമ്മളെ പാൻ കാർഡ് എന്നിട്ട് ജനറേറ്റ് ആയി വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്ത ഇമെയിൽ IDയിൽ ഒരു പാൻ കാർഡിന്റെ കോപ്പി വന്നിട്ട് ഇമെയിൽ IDയിലൂടെ സെൻഡ് ചെയ്യും. സോ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും മെയിൽ വരുമ്പോൾ. ഇതിനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഫയലിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ നിങ്ങളെ പാസ്വേഡ് വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഇതേപോലെ നമ്മളെ പാൻ കാർഡിന്റെ കോപ്പി കാണാൻ പറ്റും. അതേപോലെ നിങ്ങളെ പോസ്റ്റിൽ വരുമ്പോൾ ഇതേപോലത്തെ ഒറിജിനൽ കാർഡ് വന്നിട്ട് നിങ്ങളെ പോസ്റ്റിലൂടെ സെൻഡ് ചെയ്യും. അതേപോലെ നിങ്ങളെ ഒറിജിനൽ പാൻ കാർഡ് വന്നിട്ട് പോസ്റ്റിലൂടെ നിങ്ങളെ വീട്ടിൽ വരും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലോട്ട് കാണാം. ബൈ.